പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രവൃത്തിയായ അതല്ലെങ്കിൽ പദ്ധതിയായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ദൈവം മനുഷ്യനായി നമുക്ക് വേണ്ടി ഒരു ബലിയായി തീർന്നു. അങ്ങനെ ബലിയായി തീർന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിക്കുവിൻ. അങ്ങനെ വിശുദ്ധ കുർബാന അനുഭവം കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്, നമ്മളതിൽ പങ്കാളിയായി. ഇനി ഉപരിയായ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾക്ക് വേണ്ടി നമ്മൾ ദാഹിച്ചു പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എപ്പോഴും നിറഞ്ഞാണിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 43 മുതലുള്ള വചനം വായിക്കുമ്പോൾ മലയിലെ പ്രസംഗത്തിൽ യേശുക്രിസ്തു ഇതുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട്. വായിക്കാം. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക പഴയ നിയമത്തിലൊരു കാര്യമാണ്. അയൽക്കാരനെ സ്നേഹിക്കണം, പക്ഷേ ശത്രുക്കളുണ്ടെങ്കിൽ അടുപ്പിക്കരുത്. ഇതായിരുന്നു പഴയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കർത്താവ് പറയാണ്, ബാക്കി വായിച്ച്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുവിനെ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും പീഡനം വന്നു കഴിഞ്ഞാൽ അതെന്തിൻ്റെ ലക്ഷണമാണ്? പ്രാർത്ഥിക്കാനുള്ള ലക്ഷണമാണ്. നമുക്കിപ്പോൾ നമ്മളെ ഒരാൾ വെറുതെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അടയാളമാണത്. ഇനി ബാക്കി വായിച്ചേ. അങ്ങനെ നിങ്ങൾ എങ്ങനെ ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 2 ക്ലോസ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമ്പോൾ, എല്ലാവരും ചെയ്യണമെന്നില്ല, ചെയ്യാൻ സാധിക്കണമെന്നുമില്ല. പക്ഷേ സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യക്തി ശത്രുവിനെ സ്നേഹിക്കുകയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ വ്യക്തിയെക്കുറിച്ച് യേശു ക്രിസ്തു പറയുന്ന കാര്യം ഇതാണ്. എന്താണ്? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനാണോ ഇല്ലയോ എന്നറിയുന്നത് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മകനായി ഒരു വ്യക്തി മാറുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ആത്മാവിനെ കിട്ടും. അതാണ് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഗലാത്യ 4-ാം അധ്യായത്തിൽ 6 തൊട്ടുള്ള വചനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിതാവ് ദൈവത്തെ കയറി അബ്ബാ പിതാവേ എന്ന് സ്വാതന്ത്ര്യത്തോടെ വിളിക്കാൻ പറ്റുന്ന ദൈവം എൻ്റെ അപ്പനാണ്, അതുകൊണ്ട് എൻ്റെ അപ്പനൻ പറയുന്നതനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ തോന്നുന്ന ഒരു ഇൻഡിമസി ഒരു മകന് അപ്പനോട് തോന്നുക, ദൈവത്തോട് തോന്നുക. നമുക്കറിയാം എന്ത് ബലത്തിലാണ് സത്യത്തിൽ, പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നു. സത്യത്തിൽ മക്കൾ അപ്പൻ പറയുന്നത് അനുസരിക്കുന്ന എന്തിൻ്റെ ബലത്തിലാണ്? നമ്മൾ തല്ലാറുണ്ട്, ഞുള്ളാറുണ്ട്. നീ 4 മണിക്ക് വന്നേക്കണമെന്ന് പറഞ്ഞാൽ 4 മണിക്ക് നമ്മൾ ചെല്ലാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ സത്യത്തിൽ എന്തിൻ്റെ ബലത്തിലാണ് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇതുപോലെ തന്നെ പ്രിയമുള്ള മറ്റു രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്ത് എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പോൾ പിള്ളേർ അവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുക. അവർക്ക് അമ്മ കണ്ടമാനം ആ കൊച്ചിനെ ഹരാസ് ചെയ്യുന്നതായിട്ട് തോന്നിയാൽ അപ്പോൾ ഏതാണ്ട് ഒരു നമ്പർ എടുത്താൽ മതി, 911 അങ്ങനെ ഏതാണ്ട് ഒരു നമ്പർ എടുത്ത് ഫോൺ വിളിച്ചാൽ അന്നേരം പോലീസ് വരും. പോലീസിനോട് കൊച്ചിന് പറയാം, എന്നെ ഈ പേരൻസ് ഹരാസ് ചെയ്യുകയാണ്, എന്നെ ഉപദ്രവിക്കുകയാണ്, എനിക്കിവിടെ മാനസികമായ സംഘർഷമുണ്ടെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളെ അപ്പോൾ തന്നെ വേണമെങ്കിൽ, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പോൾ തന്നെ ഗവൺമെൻറ്റിന് മാറ്റാനുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ സത്യത്തിൽ പിതാവ് മകൻ എന്ന ബന്ധം അവിടെ തകർന്നിരിക്കുകയാണ്. എന്നിട്ടും മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10-16 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കും, ഇവൻ ഇറങ്ങിപ്പോകുന്നില്ലേ എന്ന്. പെണ്ണിനെ ആണെങ്കിലും നോക്കും, ഇവൻ ആരോടെങ്കിലും കൂട്ടത്തിൽ പോകുന്നില്ലേ എന്ന് നോക്കും. എന്നിട്ട് പോയില്ലെങ്കിൽ പറയും, ഇനി അധികം നാൾ ചിലവിന് തരാൻ പറ്റത്തില്ല, ആരെയാന്നാൽ കണ്ടെത്തിയിട്ട് അവരുടെ കൂടെ പോകണം. അപ്പോൾ കഴിവുള്ളിടത്തോളം നേരത്തെ ഈ പിള്ളേരെ ജന്മം നൽകിക്കഴിഞ്ഞാൽ 10-16 വയസ്സാകുമ്പോൾ തന്നെ ആരുടെയെങ്കിലും ചെറുപ്പക്കാരുടെ കൂടെ
വിവാഹമൊന്നും കഴിക്കേണ്ട, ആരുടെയെങ്കിലും കൂടെ പോയി ഒന്നിച്ച് താമസിക്കുക, രണ്ടുപേരും ജോലി ചെയ്ത് ഒന്നിച്ച് താമസിക്കുക. ഇനി രണ്ടുപേരും ഒന്നിച്ചാണ് താമസിക്കുന്നതെങ്കിലും പ്രിയമുള്ളവരെ, ചായ കുടിക്കുമ്പോൾ ബില്ല് രണ്ടായിട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ ബില്ല് ഞാൻ കൊടുക്കും, നിൻ്റെ ബില്ല് നീ കൊടുക്കും. നമുക്കൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് ഇന്ന് ഭൂമി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ പ്രിയമുള്ളവരെ, ഈ പിതൃപുത്ര ബന്ധങ്ങൾ തകർന്നതാണ്. ബന്ധങ്ങൾ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ടാണ് ഭൂമി ഉണ്ടായതെന്ന്. എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ ദൈവസ്നേഹത്തിൻ്റെ ബൈ പ്രോഡക്റ്റുകളാണ് ഇങ്ങനെ നടക്കുന്ന അപ്പനും മകനും തമ്മിലുള്ള ബന്ധം. പരിശുദ്ധാത്മ ബന്ധമാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പരിശുദ്ധാത്മാവിൻ്റെ ബന്ധമാണ്. എന്താ ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ അറിഞ്ഞുകൂടാ. നമുക്കൊരു വല്ലാത്ത ബന്ധമാണ്. അതിൻ്റെ ബേസിക് സംഭവം എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളുടെ എല്ലാം ഇടയിൽ പരിശുദ്ധാത്മാവായ ദൈവമാണ് ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. ആ ബന്ധമാണ് ഈ മനുഷ്യനുള്ള ബന്ധം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളവർക്ക് എന്തോ ഒരു ഇടി കിട്ടിയിട്ടും ഈ പെണ്ണും പിള്ള പോകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പല ആളുകളും സത്യത്തിൽ ഒരു തരത്തിലും ആ ഭവനത്തിൽ നിൽക്കാൻ പറ്റുകയില്ലെങ്കിലും ഇടി കൊണ്ടാലും തൊഴി കൊണ്ടാലും മാനസികമായി പീഡനമേറ്റാലും ഭാര്യ പോകാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ഇടിക്കണ്ട, അതിന് മുമ്പ് ഇടിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ എന്തു ചെയ്യും? പോകാൻ റെഡിയായിട്ടിരിക്കുന്ന അനേകം ഭാര്യമാരെയാണ് നമ്മൾ കാണുന്നത്. എപ്പോൾ പോകുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവ് അവിടുന്ന് പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കാത്തത്. അപ്പോൾ ചിലർ കല്യാണം കഴിച്ചാൽ പെട്ടെന്ന് ഡൈവോഴ്സ് ഉണ്ടാകും. കാര്യം എന്താ? ഒരു കാരണവുമില്ലാതെ ഡൈവോഴ്സ്. എന്താണെന്നറിയോ? അവരുടെ ബന്ധത്തിൽ കൂദാശ നടന്നു. പക്ഷേ ആ കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലല്ല അവരുടെ ജീവിതം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവുമായിട്ട് എവിടെയെങ്കിലും ബന്ധം മുറിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് പുറന്തള്ളിയ വ്യക്തി പള്ളി വെച്ച് കല്യാണം നടത്തിയാലും കല്യാണം വാല്യൂടാം. പരിശുദ്ധാത്മാവ് കൂദാശ നിർവഹിച്ചു, പക്ഷേ ആ വ്യക്തിക്ക് പ്രയോജനപ്പെടുകയില്ല. ഇപ്പോൾ കുർബാന ചൊല്ലി എല്ലാവർക്കും പ്രയോജനമൊന്നും കിട്ടുകയില്ല. ആ കുർബാനയുടെ മഹത്വത്തിന് ചേർന്ന രീതിയിൽ അതിൽ പങ്കെടുക്കുകയും സജീവമായി പങ്കെടുക്കുകയും അനുതാപത്തോടുകൂടി പങ്കെടുത്ത് അതിനെ സ്വീകരിക്കുന്നവർക്കാണ് അതിന് പ്രയോജനം കിട്ടുന്നത്. എല്ലാവർക്കും കിട്ടത്തില്ല. ഇതുപോലെ തന്നെ കുമ്പസാരം ചുമ്മാ പോയി എന്തെങ്കിലും ഏറ്റു പറഞ്ഞാൽ പാപമോചനം അനുഭവവേദ്യമാകുകയില്ല. പാപമോചനം നടക്കുന്നുണ്ട്, കിട്ടുകയില്ല. ഇതുപോലെ തന്നെ വിവാഹം എന്ന കൂദാശയിലും പ്രിയമുള്ളവരെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വാല്യൂഡ് ആയിരിക്കണം. അവിടെ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഇവിടെ വന്നിരിക്കുകയാണ് ധ്യാനം കൂടാനായിട്ട്. ധ്യാനം കൂടിക്കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കല്യാണം ഉറച്ചിരിക്കുകയാണ്. കാരണം 6-8 മാസം കഴിഞ്ഞിട്ടേ കല്യാണം ഉള്ളൂ. അതിന് ശേഷം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ഇതാണ്, കല്യാണം ഉറപ്പിച്ച ശേഷം പുള്ളിക്കാരൻ ഇടയ്ക്കൊക്കെ ഫോണിൽ വിളിക്കും. നല്ല കാര്യമാണ്, വിളിച്ച് ഒരു ബന്ധം ഉണ്ടാകുന്നത് നല്ലതാണല്ലോ. അതിനുശേഷം പറഞ്ഞത്, എന്നാലും കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ, എനിക്കാണെങ്കിൽ ദുബായ് ബിസിനസ്, അവിടെ ബിസിനസ്, ഇവിടെ ബിസിനസ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിടയ്ക്ക് നാട്ടിൽ വരും. നാട്ടിൽ വരുമ്പോൾ ഇവിടെ പറഞ്ഞ് നമുക്കൊരു കോഫി കുടിക്കാം, എറണാകുളം വരെ വരണം എന്നൊക്കെ പറയും. അങ്ങനെ വരും. വന്നിട്ട് ഇവർ ഹോട്ടലിൽ മുറി എടുത്തിട്ട് ഇവർ ഹോട്ടൽ മുറിയിൽ താമസമാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലർ പറയും, അതിപ്പോൾ എന്നാ തെറ്റാ, ഇനിയിപ്പോൾ നാളെ ആണെങ്കിലും കല്യാണം കഴിക്കാനുള്ളതല്ലേ. സംഭവിക്കുക എന്താണെന്നറിയോ? ഇവർ തമ്മിൽ ഇങ്ങനെ പലതരത്തിലെ ശാരീരിക ബന്ധങ്ങളും വിവാഹത്തിന് മുമ്പ് നടത്തിക്കൊണ്ടിരുന്നു. 1-2 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൾ എന്നും വിളിക്കുമ്പോൾ അവൻ പറഞ്ഞ, എനിക്കങ്ങനെ എപ്പോഴും ഒന്നും ഈ ഫോൺ അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുകയില്ല, എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചുമ്മാ എപ്പോഴും ഈ ചുമ്മാ വിളിച്ചെന്നെ ശല്യപ്പെടുത്തരുതെന്ന്. അതിനെ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അതെനിക്ക് അങ്ങനെ പറ്റത്തില്ല, കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. ചുമ്മാ എപ്പോഴും നിൻ്റെ പുറകെ വന്നിരിക്കാനൊന്നും എനിക്ക് നേരമില്ല, കല്യാണം കഴിഞ്ഞാലും എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട്, അന്നേരം ഒന്നും ചുമ്മാ എൻ്റെ ലൈഫിൽ കയറി ഇടപെടാൻ പറ്റത്തില്ല എന്നൊരടി. അങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ ബന്ധത്തകർച്ചയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ബന്ധം തകർന്ന ശേഷം പിന്നീട് റിക്കൺസിലിയേഷൻ നടക്കുന്നുണ്ടോ? വഴക്കൊക്കെ എല്ലായിടത്തും ഉണ്ടാകാറുള്ളതാണ്. വഴക്ക് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, സ്നേഹബന്ധം മുറിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ആ സ്നേഹബന്ധം കൂട്ടിയിണക്കണം. അതാണ് പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത. മുറിയും
അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, വഴക്കൊക്കെ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഈ ബന്ധം മുറിഞ്ഞാൽ പിന്നെ ഒറ്റ ആഗ്രഹം കാണത്തുള്ളൂ, എങ്ങനെയും ഈ പ്രശ്നം തീർക്കണം, എങ്ങനെയും പ്രശ്നം തീർക്കണം. ഭർത്താവിന് ഭാര്യയുമായിട്ടുള്ള എങ്ങനെ വിഷയം തീർക്കണം, ഭാര്യയ്ക്ക് ഭർത്താവായിട്ട് വിഷയം തീർക്കണം, ഇതാണ് ആഗ്രഹം. സത്യത്തിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവനിൽ ഈ ആഗ്രഹം കാണുന്നില്ല. അവളിൽ നിന്ന് സാധിച്ചെടുക്കേണ്ട ലൈംഗികമായ ആഗ്രഹങ്ങൾ സാധിച്ചെടുത്ത് കഴിഞ്ഞതോടുകൂടി പിന്നെ അവളുമായിട്ട് ബന്ധമില്ല. സത്യത്തിൽ ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണ്, അതൊരു കുടുംബജീവിതത്തിൻ്റെ ഭാഗവുമാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത്തരമൊരു ബന്ധം അവരെ കൂടുതൽ വലിയ സ്നേഹത്തിലും ബന്ധത്തിൽ എത്തിക്കേണ്ടതാണ്. അതവിടെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ വിവാഹം നടത്താതിരിക്കുകയാണ് നല്ലത്. ഞാൻ ശക്തമായി പറഞ്ഞു, ഈ ബന്ധം കറക്റ്റായ ബന്ധമല്ല. ഒരു വിവാഹം ആലോചിച്ചിട്ട് പെണ്ണിനെ കൂട്ടി ഹോട്ടലിലും പോയിട്ട് തിരിച്ചു വന്നിട്ടും ആ പെണ്ണിനോട് അവന് സ്നേഹം തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കല്യാണം കഴിച്ചാലത്തെ അവസ്ഥ എന്താ? അപ്പം ഞാൻ മനസ്സിൽ കണ്ടത് വേറൊരു കാര്യമാണ്. എന്താണെന്നറിയോ? ഇവൻ ഇത്തരം അവിഹിത ബന്ധങ്ങൾ പലയിടത്തുമുണ്ട്. അതാണ് ഇവൻ്റെ പ്രത്യേകത. ഇവനതാണ് ഇങ്ങനെ നാട് നീളെ കയറി ഇറങ്ങി നടക്കുന്നവന്മാർ കുടുംബജീവിതം ആവുകയല്ല. അത് കല്യാണം അച്ഛൻ നടത്തിയാലും അതൊന്നും കുടുംബജീവിതമല്ല. കാരണം പരിശുദ്ധാത്മാവ് ഒരു കുടുംബജീവിതത്തിന് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പശ്ചാത്താപം, പാപബോധം, വിശുദ്ധി, സാമ്പത്തിക വിശ്വസ്തത തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ബൈബിൾ പറയുന്നുണ്ട്. അതൊന്നും പാലിക്കുന്നില്ലെങ്കിൽ ഇത് വാല്യൂഡ് ആവുകയില്ല. ചതി, വഞ്ചന ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് കല്യാണം നടത്തിയാൽ ആ കല്യാണം യഥാർത്ഥത്തിൽ വാല്യൂഡ് ആവുകയില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. കല്യാണം കഴിഞ്ഞു പ്രിയമുള്ളവരെ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലായി. ശനി ഞായർ ദിവസങ്ങളിൽ ഇവൻ വീട്ടിൽ വരികയില്ല. അങ്ങനെയായപ്പോൾ അന്വേഷണം മൂത്തു. അന്വേഷിച്ച് വന്നപ്പോൾ ഹോട്ടലിലെ മുറിയിലെ ബില്ലുകളും കാര്യങ്ങളുമൊക്കെ കിട്ടി. ഇതെവിടുന്നാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ നമ്പർ കിട്ടി. ആ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ മറ്റൊരു പെണ്ണാണ്. ആ പെണ്ണ് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ കല്യാണത്തിന് എത്രയോ നാൾ മുമ്പേ തന്നെ ഞാൻ ഈ പുള്ളിയായിട്ട് ബന്ധത്തിലാണ്. ഞാനല്ലേ ആദ്യം ബന്ധം സ്ഥാപിച്ചത്, നീ അത് കഴിഞ്ഞ് ബന്ധം സ്ഥാപിച്ച ആളല്ലേ, അതുകൊണ്ട് എനിക്ക് മാറിത്തരാൻ പറ്റുകയില്ല, നീ ഇതൊക്കെ അങ്ങ് സഹിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലെന്ന് അവൾ കാല് പിടിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ പെണ്ണിനോട്. അത് നടക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയമുള്ളവർ വലിയ പ്രശ്നങ്ങളായി. ഈ കുടുംബജീവിതം തകരുന്ന അവസ്ഥയിലായി. പോരാൻ മനസ്സില്ലാഞ്ഞതുകൊണ്ട് അവളെന്ത് ചെയ്തു? അവളോർ തന്നാൽ പിന്നെ ഈ വിവരങ്ങളെല്ലാം എന്ത് ചെയ്യാം, അമ്മായിയപ്പനോടൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് അപ്പനോട് പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. ചില മക്കളുടെ പിഴയായി നടക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൾ പറഞ്ഞു, എൻ്റെ അപ്പച്ച ഈ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവന് വേറൊരു പെണ്ണുമായിട്ട് ഇങ്ങനെ പ്രേമമുണ്ട്, ഇതെല്ലാം നിരത്തി, മൊബൈൽ ഫോണും ഹോട്ടൽ ബില്ലും എല്ലാം നിരത്തി കാണിച്ച്. അപ്പം പറഞ്ഞു, അങ്ങനെയാണല്ലേ, ആ നീ വിഷമിക്കൊന്നും വേണ്ട, നീ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അതോടുകൂടി അവൾക്ക് ആശ്വാസമായി. അങ്ങനെ മകൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഭാര്യയായിട്ടുള്ള ബന്ധം വേർതിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ 65 വയസ്സുള്ള അമ്മായിയപ്പൻ പിറ്റേ ദിവസം തൊട്ട് മകളുടെ പുറകിൽ നിന്ന് മാറുകയില്ല. പിടിച്ചു നിൽക്കാൻ ഒരു നിവൃത്തിയില്ലാതെ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം അവൾ ഫ്ലൈറ്റ് കയറി നാട്ടിൽ വന്നു. എന്നിട്ട് എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, എത്രയോ ശരിയായിരുന്നു അവൻ ശരിയല്ലെന്ന് പറഞ്ഞത്, ആ വിവാഹം നടത്തരുതെന്ന് പറഞ്ഞ് എത്രയോ കറക്റ്റായിരുന്നു. എന്താണെന്നറിയോ? ആ ബന്ധം ഉറപ്പിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിലല്ല. അപ്രത്യക്ഷ നന്മകളുടെ പ്രത്യക്ഷ അടയാളം മാത്രമാണ് വിവാഹം എന്ന കൂദാശ. അപ്രത്യക്ഷ നന്മയുണ്ട്. ഇങ്ങനെ വെച്ചാലൊന്നും ആകുകയില്ല. ഇപ്പം ഞാനിപ്പം ഒരു കല്യാണം നടത്തിയെന്ന് വിചാരിച്ചുകൊണ്ട് കല്യാണം ആകുകയില്ല. ആ കല്യാണത്തിന് ഈ ഭാര്യ, ഈ ഭർത്താവ് പാലിക്കേണ്ട നിയമങ്ങളുണ്ട് കുടുംബത്തിന്, അത് പാലിക്കണം. ഇപ്പം ഞാനിപ്പോൾ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും എന്ന് പറഞ്ഞുകൊണ്ട് അയർക്കുന്നം കവലെ പോയിട്ട് ഒരു സ്വിച്ച് മേടിച്ച് ഭിത്തി കിഴിച്ചേച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചേച്ച് ഞെക്കിയാൽ ഇത് കറങ്ങുമോ? ഇല്ല. പ്രത്യക്ഷമായ അടയാളങ്ങൾ കൊണ്ട് കാര്യം നടക്കുകയില്ല. നമ്മളിപ്പം വെറുതെ സ്വിച്ച് ഇട്ടാൽ കറങ്ങുന്നതിൻ്റെ പിന്നിൽ ഒരു പണിയുണ്ട്. എന്താണ്? ആ സാധനത്തിന് മുകളിൽ കൂടെ വയറിട്ടിട്ട് ഭിത്തിയെ കൂടെ കൊണ്ടുവന്ന് ആരും കാണാതെ ഇതിൻ്റെ പുറകിൽ കണക്ട് ചെയ്ത് ഇലക്ട്രിസിറ്റിയും കൂടെ ഇടുക്കിയിൽ നിന്ന് വന്നത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞെക്കിയാൽ ഉടനെ കറങ്ങുന്നത്. നിങ്ങൾ പൈപ്പ് തുറന്നാൽ ഉടനെ വെള്ളം വരുന്നത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ,
അപ്പുറത്തെ തോട്ടിൽ കിടക്കുന്ന വെള്ളം, അപ്പുറത്തെ കണ്ടത്തിനകത്ത് കിടക്കുന്ന വെള്ളം അവിടെ കിണർ കുത്തി കുഴിച്ച് അവിടുന്ന് വെച്ച് ഇവിടെ കൊണ്ട് അടിച്ച് ഇവിടുന്ന് വീണ്ടും മുകളിലടിച്ച് ടാങ്കിൽ കയറ്റിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പൈപ്പ് തുറക്കം വെള്ളം വരുന്നത്. ചുമ്മാ വെള്ളം വരികയില്ല. ഏത് വെള്ളത്തിനും ഇതുപോലെയാണ്. ജീവജലം ദൈവം പുറപ്പെടുവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിവിടെ പ്രവർത്തിക്കാൻ, പാപബോധം കിട്ടാൻ കാരണം അതിൻ്റെ പിന്നിൽ പ്രിയമുള്ളവരെ കുറേയേറെ ആളുകൾ വളരെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുകയും പരിത്യാഗമെടുക്കുകയും ചെയ്തുകൊണ്ട് ഇതിന് ചുറ്റും ഉണ്ട്. നമ്മുടെ അതിനകത്ത് മേളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്, താഴെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ അച്ഛന്മാരൊക്കെ പലയിടത്തിരുന്ന് ഈ ധ്യാനത്തിന് വേണ്ടി തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഒരു അനുഭവമായി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോജനത്തെ കൊള്ളുന്നത്. ഇല്ലെങ്കിൽ പ്രസംഗം കേട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ ബന്ധങ്ങളുടെ എല്ലാം ഇടയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് കുടുംബജീവിതമായാലും വ്യക്തിബന്ധങ്ങളായാലും എല്ലാത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഏത് ഫലമാണ്? സ്നേഹം എന്ന ഫലമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അന്യമായ ഭവനങ്ങൾ നശിക്കും. പരിശുദ്ധാത്മാവ് അന്യമായാൽ കൂദാശകൾക്ക് അതിൻ്റെ യഥാർത്ഥമായ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ വരും. അതുപോലെ മനുഷ്യബന്ധങ്ങൾ തകരാനായിട്ട് അതിൻ്റെ വാല്യൂ എല്ലാം നശിക്കാനിടയായിത്തീരും. അതുകൊണ്ടാണ് ഇതാ യേശു പറയുന്നത്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, സ്നേഹിച്ചാൽ നിങ്ങൾ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവുള്ളവരാകും. എന്ന് പറഞ്ഞാൽ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറിയ ഒരു മനുഷ്യന് മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ, ശത്രുവിനെയും മിത്രത്തെയും. ഇനി വായിച്ചേ. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ അവൻ ശിഷ്ടന്മാരുടെയും ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവമാണ്. പിന്നെ മഴ പെയ്യുകയും ചെയ്യുന്നു. വായിച്ചോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ. പിതാവായ ദൈവത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, ദുഷ്ടനെയും ശിഷ്ടനെയും സ്നേഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ശിക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ല. ദൈവം ആരെയും ശിക്ഷിക്കുകയില്ല. ദൈവത്തെ വേണ്ടെന്ന് വെച്ച് ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. ആരെയും ദൈവം ശിക്ഷിക്കുകയില്ല. അങ്ങനെ ഒരു പരിപാടിയില്ല ദൈവത്തിന്. ദൈവത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് മനുഷ്യൻ ഏറ്റുവാങ്ങുന്ന ഒരു പരിപാടിയാണ് ശിക്ഷ എന്ന് പറയുന്നത്. വെളിച്ചത്തെ വേണ്ടെന്ന് വെച്ചാൽ ഇരുട്ടുണ്ടാകും, അല്ലേ എന്ന് പറഞ്ഞ പോലെ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുകയാണ്, പിതാവായ ദൈവം സൽഗുണ സമ്പൂർണനാണ്. അവൻ്റെ പ്രത്യേകതയാണ് ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നശിച്ചുപോയ ദുഷ്ടന്മാരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷ്ടത കഴുകിക്കളയാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിതാവായ ദൈവം അതിനുവേണ്ടി പുത്രനായ യേശുക്രിസ്തുവിനെ തന്നെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി ബലിയാക്കി, മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ വേണ്ടി. അന്നേരം നമ്മൾ ഓർക്കും, പിശാചിനെ എന്നാൽ പിന്നെ എന്നാ രക്ഷിക്കാഞ്ഞത്? രക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. രക്ഷിക്കാൻ പറ്റാത്ത ചില മനുഷ്യരുണ്ട്. എന്താണ് ആ രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. അതിനെന്ത് പേരെന്നറിയോ? അഹങ്കാരം. അഹങ്കാരം അത് പിശാചിൻ്റെ കൂടപ്പുറപ്പാണ്. അഹം ദൈവത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവം, അല്ലെ? എല്ലാത്തിൻ്റെയും പുറപ്പാട് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടല്ലേ ഉൽപ്പത്തി തുടങ്ങുന്നതിന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ തൊട്ട് ദൈവമാണ് എല്ലാത്തിനും പ്രവർത്തിക്കുന്നത്. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവമാണ് ഇതാ ഏകജാതനായ പുത്രനെ നൽകിയത്. പരിശുദ്ധാത്മാവിനെ ദൈവമാണ് ഭൂമിയിലേക്ക് അയച്ച് നമ്മളെ രക്ഷയിലേക്ക് ഇങ്ങനെ വിളിച്ചടിപ്പിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ധിക്കരിക്കാൻ പറ്റും. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ധിക്കരിക്കാൻ പറ്റും. എന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നറിയോ? നമ്മളറിയാത്തൊരഹന്ത പ്രവർത്തിക്കുന്നുണ്ട്. അറിയാത്തൊരഹന്ത. ഒരു മനുഷ്യൻ്റെ ജീവിതം തീർക്കാൻ ഏറ്റവും ശേഷിയുള്ള ഒരു അണുബോംബ് പോലെ ഇരിക്കുന്ന സാധനമാണ് അഹന്ത. ഏത് കുടുംബജീവിതം തകർന്നിട്ടുണ്ടോ, ഏത് വ്യക്തി തകർന്നിട്ടുണ്ടോ, അവരുടെ എല്ലാം ജീവിതത്തിൽ അഹന്ത ഭയങ്കര കൂടുതലായിരിക്കും.
അഹന്ത എവിടെ പ്രവർത്തിച്ചോ അതെല്ലാം തീർന്നു പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തൻ്റെ സ്തോത്രഗീതത്തിനകത്ത് പാടി. എന്താ പാടിയത്? ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്യും. ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ചില ബന്ധങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുമ്പോൾ ഒരു പ്രേരക വരപ്രസാദം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റേതായ ഗുണമൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിൻ്റെ അടയാളങ്ങളല്ല. രോഗശാന്തി നിങ്ങൾക്ക് ദൈവം തരും. ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ പാപമേറ്റു പറഞ്ഞപ്പോൾ ആ പാപപരമായി കിടന്നതാണെങ്കിൽ അപ്പോൾ അതങ്ങ് സുഖപ്പെടും. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു, നിങ്ങൾ ചോദിച്ചപ്പോൾ ഭൗതിക നന്മകൾ നിങ്ങൾക്ക് കിട്ടി. അതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ്. എന്നാൽ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അടയാളം എന്താണെന്നറിയാവോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സഭയെ ജീവിക്കുന്നു, അതിൻ്റേതായ ഒരു നന്മയൊക്കെ നമുക്ക് കിട്ടും, ഒരു ദൈവാനുഗ്രഹമൊക്കെ കിട്ടും. മാമോദീസ മുങ്ങിയതിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ കൂദാശകളൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ അനുഗ്രഹം കിട്ടും. എന്നാൽ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവായ ദൈവം യഥാർത്ഥമായി ആവസിക്കുകയാണെങ്കിൽ അത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പത്രോസ് അപ്പോസ്തലൻ തിരഞ്ഞെടുത്തു. പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്തു. പത്രോസ് അപ്പോസ്തലൻ അന്ന് മുതൽ യേശുവിൻ്റെ പുറകെ നടക്കുക. പരിശുദ്ധാത്മാഭിഷേകമില്ലേ? ഉണ്ട്. ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. രോഗശാന്തി അത്ഭുതങ്ങൾ നടത്തിയില്ലേ? അപ്പോസ്തലന്മാർ നടത്തി. അതിനുശേഷം വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ ശ്രമിച്ചു, വെള്ളത്തിലോട്ട് പോയി. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് അല്പവിശ്വാസി. അപ്പോൾ വിശ്വാസമുണ്ട്, പക്ഷേ എന്താണ്? വിശ്വാസം കുറവുണ്ടെന്ന് മനസ്സിലായി. ഇതുപോലെ യേശുവിൻ്റെ ചെവിയിൽ വന്ന് പത്രോസ് അപ്പോസ്തലനൊരു കാര്യം പറഞ്ഞു. എന്താണ്? ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഉടനെ യേശു ക്രിസ്തു ചെവി വേറൊരു കാര്യം പറഞ്ഞു. നീ ഇന്ന് എന്നെ 24 മണിക്കൂറിനുള്ളിൽ നീ എന്നെ തള്ളി പറയും. നിനക്കതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. നീ ഇതൊക്കെ പറയും. കാര്യത്തോടെടുക്കുമ്പോൾ നിന്നെക്കൊണ്ട് ചെയ്യാനുള്ള ശേഷി നിനക്കില്ല. കർത്താവിന് അറിയാൻ പറ്റും. അങ്ങനെ തന്നെ നടന്നു. യേശു ക്രിസ്തുവിനെ പീഡാസഹനത്തിൻ്റെ സമയത്ത് തള്ളിപ്പറഞ്ഞിട്ട് പത്രോസ് വിറച്ചോണ്ട് നിൽക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു നോട്ടം നോക്കി. പത്രോസിൻ്റെ ചങ്കിനിട്ട് പിച്ചാത്തി വെച്ച് കുത്തുന്ന പോലെയായി. ഒറ്റ കരച്ചിലായിരുന്നു അവിടെ നിന്നുണ്ട്. അന്നാണ് പത്രോസ് അപ്പോസ്തലന് മനസ്സിലായത്, എനിക്കെല്ലാം ഉണ്ട്, പക്ഷേ ആവശ്യത്തിനില്ല. എനിക്കെല്ലാം ഉണ്ട്, ആവശ്യത്തിനില്ല. നമ്മൾ ക്രിസ്ത്യാനികളാണ്, എല്ലാം ഉണ്ട്, ആവശ്യത്തിനില്ല. എന്നാൽ അത് മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ, ഇല്ലായ്മ മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ ആദ്യം പരാജയഭീതി കൊണ്ട് തിരിച്ചു പോകാൻ നോക്കി. ഉടനെ കർത്താവ് എന്ന് വീണ്ടും പിടിച്ചോണ്ട് വന്നു. അതെവിടുന്നാ? 21-ാം അധ്യായത്തിൽ അവർ പറഞ്ഞ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം. ഉടനെ പറഞ്ഞു പോരുത്, വരാൻ പറഞ്ഞ് തിരിച്ച് വിളിച്ച് മത്സ്യത്തിൻ്റെ ആധിക്യവും അത്ഭുതമൊക്കെ കണ്ട് വീണ്ടും പത്രോസ് അപ്പോസ്തലൻ വന്നു. ഉടനെ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? രോഗശാന്തി കിട്ടിക്കാണും, രോഗശാന്തി നടത്തിയും കാണും. അത്ഭുതം കിട്ടിക്കാണും, അത്ഭുതം നടത്തിയും കാണും. അതൊന്നും കാര്യമില്ല. ഒരു ചോദ്യം പത്രോസിനോട് ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ധ്യാനം തീരാൻ പോകുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Maria.